ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പം ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. നമ്മൾ പുറത്ത് പോവുകയാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. മച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ വരുന്നത്. അവന് 2 വയസ്സ് തികയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനാണ്. വലിയൊരു പരിപാടിയൊന്നുമില്ല, നടത്തണമൊന്നുമില്ല. കാരണം മോനുവിൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ നമുക്കിവിടെ ആരും ഇല്ലല്ലോ. ഇമ്മി ഇപ്പി എല്ലാവരും നാട്ടിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ആരുമില്ല. അപ്പോൾ പിന്നെ മോനുവിന് ഭയങ്കര ഇതുണ്ടായിരുന്നു. അവൻ്റെ കൂട്ടുകാരന്മാരെയൊക്കെ വിളിക്കണം. അവരുടെയൊക്കെ ബർത്ത്ഡേക്ക് ഇവർ രണ്ടുപേരും പോകലുണ്ട് കേട്ടോ. അപ്പോൾ ഓൽക്ക് രണ്ടുപേർക്കും എല്ലാവരും വിളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ കുട്ടികളെ സന്തോഷിപ്പിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ ഒരു കടയിൽക്കാട്ടെ ഞങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടി വരല്. കാരണം എന്താ വെച്ചാൽ സംഭവം ചെറിയൊരു കടയാണ്, പക്ഷേ ഒരുവിധം എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ബലൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 കളർ ബലൂൺ മേടിച്ചു കേട്ടോ. വെള്ളയും മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗോൾഡൻ കളർ എന്നൊക്കെ പറയാം. അതിന് വേറെ എന്തോ ഒരു കളർ എന്നും പറയാം. 2 കളർ ബലൂണാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മല്ലിച്ചപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ ഫുഡ് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ മല്ലിച്ചപ്പ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പുതിന നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പുതിന മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മല്ലിച്ചപ്പ് നമ്മളാവശ്യത്തിന് പോയതാണല്ലോ, അതുകൊണ്ട് നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. മറ്റേത് നമുക്ക് 10 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മളെ ചൂലിൻ്റെ ഒരു കെട്ട് പോലെ ഒരു കെട്ട് കിട്ടും കേട്ടോ. ഇത് നമുക്ക് 10 രൂപക്ക് എന്താ പറയുക 20 രൂപ കൊടുത്തിട്ട് ഇതാ ചെറിയൊരു ഇതേ കിട്ടിയുള്ളൂ കേട്ടോ. അത് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് നമ്മുടെ ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും അധികം അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരുപാട് കിട്ടും. പിന്നെ നമ്മൾ നേരെ പോയത് മച്ചുവിൻ്റെ ചെരുപ്പ് തുന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെരുപ്പ് തുന്നിക്കാൻ പറഞ്ഞാൽ സംഭവം കാണാൻ വലിയ ലുക്കൊന്നുമില്ല. കാരണം നടക്കാൻ പോകുമ്പോൾ ഇടണതാണ് കേട്ടോ. ഓനും കാക്കും നടക്കാൻ പോകുമ്പോൾ ഇടണതാണ് ഈ ചെരുപ്പ്. ഓന് കറക്റ്റ് സൈസുള്ള ചെരുപ്പ് കിട്ടലില്ല കേട്ടോ. കുറച്ചധികം കുറവൊക്കെ കാരണം. അപ്പോൾ കാക്കുവിൻ്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിന് ഓടുമ്പോൾ ഒക്കെ കാലുമെന്ന് വീണ് പോകും ചെരുപ്പ്. അപ്പോൾ പിന്നെ നല്ല ടൈറ്റുള്ള ചെരുപ്പ് ഇതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ വള്ളി മോനും പാടെ ചെരുപ്പിന് വേണ്ടി തല്ലൂടിയപ്പോൾ പിടിമേലും കൂടിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുന്നാൻ വന്നാട്ടോ. ആരെ മോനുവിൻ്റെ പെപ്പ? മച്ചുവിൻ്റെ പെപ്പല്ലേ ഇത്? ആരെ പൊട്ടിച്ച്? പൊറ്റി ആടെ പൊട്ടിച്ച്? മച്ചുവിന് കടയിൽ വണ്ടിയിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് വർത്തമാനം പറയണ്ടാവും കേട്ടോ. റോട്ടിൽ കാണുന്ന സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും, കുറച്ചൊക്കെ അവൻ്റെ ഭാഷയിലായിരിക്കും കേട്ടോ. അതൊക്കെ ആയിട്ടപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡ്രസ്സ് കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് കടയ്ക്ക് പോയി പറഞ്ഞപ്പോൾ തണുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തണുപ്പിൻ്റെയൊക്കെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു മോനുവിന് വേണ്ടിയിട്ട്, മോനുവിനെ സ്കൂൾക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ലതാണെങ്കിൽ അത് എടുക്കും, അല്ലെങ്കിൽ കടയിൽ നിന്ന് നോക്കാൻ വികൃതി ആട്ടിയിട്ട് ഇവിടെ കയറ്റിയിരുത്തിക്കുക. അപ്പം മച്ചു പാവയിക്കൂടെ? മച്ചു കുഞ്ഞിട്ടൻ എന്തിനാണ് പാവയിക്കൂടെ മച്ചുവിന്? ഒലിപ്പോ മച്ചുവിനിട്ട് പോവുക അത്രേ. ടാറ്റാ ഇവിടെ ഇരുന്നട്ടാ. എവിടെ പോയാലും നല്ല വികൃതി അടിച്ചും കൊണ്ടേയിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ തിരിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ അവനെ മേലെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കേക്ക് പറയാൻ വേണ്ടി പോയിട്ടോ. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കേക്കാണല്ലോ മെയിൻ. അപ്പോൾ പിന്നെ കേക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കേട്ടോ നമ്മളെപ്പോഴും മേടിക്കുക കേക്ക്. എന്താ പറയുക, നമ്മൾ ഡെക്കറേഷൻ ചെയ്ത കേക്കൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മോനുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അത് ഈ ഒരു കേക്ക് മേടിക്കണമെന്ന്. കാരണം ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്ക് അവന് ഭയങ്കര ഇഷ്ടമാട്ടോ. അവൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് പോന്നു. പിന്നെ നമ്മൾ ഫുഡ് വെക്കാനുള്ള അരി മേടിച്ചു. നമ്മൾ അരിയുടെ പേര് അവിടെ ചെന്നിട്ട് പറഞ്ഞു കൊടുത്താലല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ ഇവരുടെ അരിയുടെ പേരൊന്നും നമുക്കറിയില്ല. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കൽ. എപ്പോൾ വരുമ്പോഴും വേറെ പേരാവും പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രമം നോക്കിയിട്ടും പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് തിരിഞ്ഞ് അരിയൊക്കെ നമ്മൾ പറഞ്ഞു പോന്നു. പിന്നെ അവിടുന്ന് ലഡു മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പീനട്ടിൻ്റെ കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ അത്. പിന്നെ നമ്മൾ ചോളം മേടിക്കാൻ വേണ്ടി, ചോളവിന് ഇപ്പോൾ 2 ദിവസം മുന്നേ ഇപ്പോൾ ഇവരെ തന്നെ മേടിച്ച് നല്ല അടിപൊളി ചോളവനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയപ്പോൾ ഫുള്ള് വേറൊരാൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ മച്ചു കരയുന്ന കണ്ടിട്ട് അയാളൊരു 3 പീസ് അവന് കൊടുത്തു കേട്ടോ. ഓനെന്തായാലും ഭയങ്കര ഹാപ്പിയായി. ചോളവും കിട്ടിയല്ലോ അവന്. അയാൾ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ മകളെ മാതിരിയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ എൻ്റെ കുട്ടി കരയുമ്പോൾ എനിക്ക് തരാതിരിക്കാൻ പറ്റൂലല്ലോ, അങ്ങനെ എനിക്കത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വയ്ക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ട് അയാൾ തന്നപ്പോൾ നല്ലൊരു മനുഷ്യനായിട്ട് തോന്നി. പിന്നെ ഇപ്പോൾ ആളെ നോക്കാനൊന്നും പറ്റൂലല്ലോ ആളെങ്ങനെയാണ്.
പിന്നെ നമ്മൾ നേരെ പുറത്തൊക്കെ ഇറങ്ങിയതല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. കുട്ടികൾക്കിപ്പോൾ ഭയങ്കര തണുപ്പാണ്, അപ്പോൾ പുറത്തൊന്നും നമുക്ക് കുറേ നേരം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ല ചൂട് കൊടുക്കാനുള്ള പാറ്റീസ് അതുപോലെ തന്നെ വടാപ്പാവും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനുവിന് വടാപ്പാവാട്ടോ മേടിച്ചു, പോകാൻ അതാട്ടോ ഇഷ്ടം. ഞാനിപ്പോൾ കുറേ കഴിക്കണു പാറ്റീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഞാനതാ മേടിച്ചത്. മച്ചൂനും അത് തന്നെ കേട്ടോ കൊടുത്തത്. മച്ചൂന് അധികം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ഇതിന് ബന്ന് കൂടുതലുള്ളതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായില്ല, കുറച്ചേ കൊടുത്തുള്ളൂ. പൊതുവേ മോനുവിനാണേലും മച്ചുവിനാണേലും ബർത്ത്ഡേ സമയം വരുമ്പോൾ പനി, ജലദോഷം അങ്ങനെയുള്ളതൊക്കെ വരും. അപ്പോൾ പിന്നെ ആ ഒരു സമയത്തേക്ക് ആൾ ഓഫ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വല്ലാണ്ട് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.